ഇന്ത്യ നരകക്കുഴിയാണ് എന്നുള്ളതാണ് മൈക്കൽ സാവേജ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റർ പറഞ്ഞത്. ആ പേര് നല്ലതാണ്, ആ, സാവേജ്. ഓക്കെ. അപ്പോൾ ട്രംപ് അത് തിരുത്തി പറഞ്ഞു, അത് ടാഗ് ചെയ്തിട്ട് പറഞ്ഞു മഹത്തായ രാജ്യമാണ് എന്നുള്ളത്. ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിച്ച ചരിത്രമില്ല, ഒരു രാജ്യത്തിൻ്റെയും നാഗരികതയെ നശിപ്പിച്ച ചരിത്രമില്ല. എന്നിട്ടും ഇന്ത്യയോട് ഇത്രമേൽ വിരോധം ഇപ്പോഴും ചുമക്കുന്നുണ്ട് എന്നുള്ളതല്ല അതിൽ നിന്ന് വെളിപ്പെട്ടത്, സർ. അല്ല, അത് അങ്ങനെയല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈയിടെയായിട്ട് അമേരിക്കയിൽ ട്രംപിൻ്റെ ഒരു ആവിർഭാവത്തിന് ശേഷം അമേരിക്കയുടെ വീണ്ടും ഒരു വംശീയ ആധിപത്യം അമേരിക്ക ലോകത്ത് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ചെറിയ സംഘമല്ല, സാമാന്യം വലിയൊരു സംഘം അമേരിക്കയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കാര്യമില്ലാതെ ഇന്ത്യ പോലുള്ളൊരു രാജ്യം നരകക്കുഴിയാണ് എന്ന്, ഇന്ത്യ മാത്രമല്ല ചൈനയും ഉണ്ടാക്കൂട്ടത്, ചൈനയും നരകക്കുഴിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം നരകക്കുഴിയാണ് എന്ന് വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ വിശേഷണത്തിന് സർവ്വതാ അർഹമായ ഒരു രാജ്യമേ ഉള്ളൂ, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഇപ്പം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണ 1482 അല്ലേ, കൊളംബസ് അമേരിക്ക കണ്ടെത്തി. അപ്പോൾ ഈ കൊളംബസ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് വരെ ഈ രാജ്യം ഉണ്ടായിരുന്നില്ലേ? അവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നു, ആ രാജ്യത്തെ ജനങ്ങളുണ്ടായിരുന്നു, അവർക്ക് അവരുടെ സംസ്കാരം ഉണ്ടായിരുന്നു, അവരുടെ ദൈവങ്ങളുണ്ടായിരുന്നു, അവരുടെ മതാചാരങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങളൊക്കെ എവിടെ പോയി? എന്ന് ചോദിച്ചാൽ ദ കോൺക്വസ്റ്റ് ഓഫ് പെറു ആൻഡ് മെക്സിക്കോ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ക മായൻ ജനത അവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഇങ്ക മായൻ ജനതയെ ഉന്മൂലനാശം വരുത്തിയതിൻ്റെ ചരിത്രമാണ്. അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചത് ഈ രാജ്യത്തിൻ്റെ ഉടമകൾ ആരാണെന്നാണ്. ഈ രാജ്യത്തിൻ്റെ ഉടമകൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞത് ഈ ഭൂമിക്ക് ഉടമസ്ഥരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂമിയെ ഒരു ക്രയവിക്രയത്തിനുള്ള വസ്തുവാക്കി മാത്രം കാണുന്ന യൂറോപ്യൻ സംസ്കാരം, ആ യൂറോപ്യൻ സംസ്കാരം അവിടെ എത്തുന്നത് സ്പാനിഷ് ഇൻവേഷനോട് കൂടിയാണ്. ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം, അതിൻ്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്പാനിയ എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേര്. ഹിസ്പാനിയ, HISPANIA, ഹിസ്പാനിയ. ഹിസ്പാനിയയാണ് സ്പെയിൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന രാജ്യമായിട്ട് മാറിയത്. ഗ്രീക്ക്, റോമൻ, കാർത്തീജിയൻ മുതൽ അറബ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ കയറി ഇറങ്ങി പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്പെയിൻ. പക്ഷേ അമേരിക്കയിലേക്ക് ആദ്യത്തെ കുടിയേറ്റക്കാരായിട്ട് പോകുന്നതും സ്പെയിൻകാരാണ്. അവരവിടെ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ക മായൻ ജനതയെ ഉന്മൂലനാശം വരുത്തുകയാണ് ചെയ്തത്. അവർക്കിടയിൽ വസൂരി വിതറി, രോഗം, വസൂരി, സ്മോൾ പോക്സ് എന്ന് നമ്മൾ പറയില്ലേ, അത് വിതറി. എന്നിട്ട് അതിൽ വിതറിയിട്ട് ആളുകൾ മരിച്ചു. അവശേഷിക്കുന്നവരെ കൂട്ടക്കൊല ചെയ്തു. ബാക്കിയുള്ളവരെ മുഴുവനും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കി. അതിന് സമ്മതിക്കാത്തവരെ അടിമകളാക്കിയെടുത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഭൂമി മുഴുവൻ ഇവർ പിടിച്ചെടുത്തിട്ട്, അവരുടെ ഭൂമി, അവിടുത്തെ ജനതയുടെ ഭൂമി പിടിച്ചെടുത്തിട്ട്, ആ ജനതയുടെ ഭൂമി, അവിടെ ജീവിച്ചിരുന്ന ജനതയെ അടിമകളാക്കി അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ച് കാശുണ്ടാക്കി. അമേരിക്കയല്ല, സ്പെയിൻ അവിടെ ആദ്യം ചെയ്തത്. പിന്നെ ഫ്രാൻസുകാർ ചെല്ലുന്നു, പിന്നെ ജർമ്മൻകാർ ചെയ്യുന്നു, പിന്നെ അവിടുന്ന് ബ്രിട്ടീഷുകാർ ചെല്ലുന്നു. ഇങ്ങനെ ഓരോരുത്തരായി യൂറോപ്യന്മാർ അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനതയെ ഇല്ലാതെയാക്കുകയും, അതോടൊപ്പം വേറൊന്നും കൂടിയുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, യൂറോപ്പിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ക്രിമിനൽ കുറ്റവാളികളെ നാട് കടത്തിയിരുന്ന സ്ഥലവും കൂടിയാണിത്, ഇപ്പോഴത്തെ അമേരിക്ക. അവരുടെ സന്തതി പരമ്പരകളാണ് ഇന്നിപ്പോൾ അമേരിക്കയിൽ വന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ എവിടെയും ആക്രമിക്കാൻ വേണ്ടി പോകുന്ന ഒരു രാജ്യം, ലോകത്തിൻ്റെ അതൊരു ക്രൈസ്തവ രാജ്യമാണ്, അതറിയാലോ അല്ലേ? അവിടുത്തെ രാജ്യത്തിനൊരു മതമുണ്ട്, ആ മതം ക്രിസ്തു മതമാണ്. ക്രിസ്തു മതത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യം. ആ രാജ്യം
ലോകത്തിൻ്റെ ഇപ്പോൾ തന്നെ എത്ര സ്ഥലവുമായിട്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീൻലാൻഡായിട്ട്, വെനസ്വേലയായിട്ട്, ക്യൂബയായിട്ട്, ഇറാനായിട്ട്, ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുമായി എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും അവിടെ നിന്നെല്ലാം സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ട്, എന്ന് മാത്രവുമല്ല ലോകം മുഴുവൻ ഇവാഞ്ചലൈസേഷന് വേണ്ടി വലിയ രീതിയിൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട്, ക്രൈസ്തവവൽക്കരണത്തിന് വേണ്ടി ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട്, അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യമാണ് എന്ത് ചെയ്തത്? ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തെ കയറിയിട്ട് നരകക്കുഴി എന്ന് വിശേഷിപ്പിച്ചത്. അത് വാസ്തുതാപരമായിട്ട് തന്നെ തെറ്റാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം, ഇന്ത്യ ഇന്ന് വരെ ഒരു രാജ്യത്ത് പോയിട്ടും മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഒരു രാജ്യത്ത് പോയിട്ടും മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ US പറഞ്ഞിരുന്നല്ലോ, ട്രംപ് പറഞ്ഞിരുന്നു, ഇറാനുമായിട്ടുള്ള വിഷയം നമുക്കറിയാം, അത് ആ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന വിഷയമാണ്, ലോകത്തെ ആകമാനം അത് ബാധിക്കുന്നത്. എന്നിട്ടും പറഞ്ഞത് ഇറാൻ്റെ നാഗരികതയെ നശിപ്പിക്കുമെന്നാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ സംസ്കാരമുണ്ട്. പേർഷ്യൻ സംസ്കാരം വളരെ വലുതല്ലേ? പേർഷ്യൻ സംസ്കാരം വളരെ വലുതാണ്. അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യം തിരുത്തുന്നതിന് പകരമായിട്ട് അവരുടെ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒന്നല്ലേ. യൂറോപ്പ് ഏതാണ്ട് ഇരുട്ടിലാണ്ട് കിടന്നിരുന്ന കാലത്താണ് പേർഷ്യയിൽ വലിയ സംസ്കാരം മുളച്ചു പൊങ്ങിയത്. അമേരിക്കയുടെ ചരിത്രം കഷ്ടി 200-250 കൊല്ലക്കാലത്തെ ചരിത്രമല്ലേ ഉള്ളത്. അതിനപ്പുറത്തേക്കുള്ള ചരിത്രമില്ലല്ലോ. അതിനപ്പുറത്തേക്കുള്ള ജനതയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും എന്നേക്കുമായിട്ട് വെട്ടിമാറ്റി തൂത്തെറിഞ്ഞു കഴിഞ്ഞില്ലേ. വെട്ടിനിരത്തി ഇടിച്ചു നിരത്തി നശിപ്പിച്ചു. അവരുടെ ദൈവത്തെ ഇല്ലാതാക്കി, അവരുടെ മതത്തെ ഇല്ലാതെയാക്കി, അവരുടെ സംസ്കാരത്തെ ഇല്ലാതെയാക്കി, അവരുടെ കലാരൂപത്തെ ഇല്ലാതെയാക്കി. ഇങ്ങനെയൊക്കെ ആ രാജ്യത്ത് ചെന്നിട്ട് അത് സ്വന്തമാക്കുകയും ആ രാജ്യത്തിൻ്റെ സമ്പത്ത് എടുക്കുകയും ആ സമ്പത്തിൻ്റെ ഒറിജിനൽ ഉടമകൾക്ക് ഒന്നും കൊടുക്കാതെ അവരെ കൊല്ലുകയും ചെയ്തൊരു പാരമ്പര്യമുണ്ട് ഇതിനെ. ആ പാരമ്പര്യം അമേരിക്കക്കുള്ളതാണ്. അമേരിക്കയാണ് ഇന്നിപ്പോൾ ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കുത്തകയായിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കതിനകത്ത് ഒരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അമേരിക്കയെ മാതൃകയാക്കിയിട്ടാണ് നമ്മുടെ ജുഡീഷ്യറി പോലും പ്രവർത്തിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ഇതുപോലുള്ളൊരു രാജ്യം ലോകത്തിന് എന്താ പറയണ, ആദരവ് തോന്നുന്ന ഏതെങ്കിലും ഒരു തത്വചിന്തയോ ഏതെങ്കിലും ഒരു മഹാഗ്രന്ഥമോ ഏതെങ്കിലും ഒരു ജീവിത വ്യവസ്ഥയോ സമ്മാനിക്കാൻ കഴിയാത്തൊരു രാജ്യമാണ് അമേരിക്ക. നിങ്ങൾക്കിപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഷേക്സ്പിയർ ഉണ്ട്, ഇറ്റലിക്കാർക്കൊരു ഡാൻഡേ ഉണ്ട്, ഫ്രാൻസിന് ഒരു ഹ്യൂഗോ ഉണ്ട്, റഷ്യക്ക് ടോൾസ്റ്റോയും പുഷ്കിനും ഡോസ്റ്റോവസ്കിയും അടങ്ങുന്ന വലിയ നിരയുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ ആദിമ വേദ സംസ്കാരമുണ്ട്, പേർഷ്യക്ക് പേർഷ്യൻ സംസ്കാരമുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഇത്തരത്തിലുള്ളൊരു മഹത്തായ സംസ്കാരങ്ങളെല്ലാം സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യം. ആ രാജ്യത്തെ കയറിയിട്ട് ഇത് പറയുന്നു. ആ രാജ്യമാണ് ശരി എന്ന് പഠിപ്പിക്കാൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച മഹാൻ, അങ്ങനെയായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ചരിത്രം ഇത്ര വികലമായ രീതിയിൽ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു? തിരുത്തണ്ടേ ഇതിനൊക്കെ? സാർ പറഞ്ഞില്ലേ, വസൂരി വിതച്ച് ഒരു സംസ്കാരത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്തു എന്നുള്ളത്. സത്യത്തിൽ ഇതൊരു ജൈവ ആയുധം ആദ്യം ഉപയോഗിച്ചത് സ്പെയിൻകാരാണ്. അവിടുത്തെ ഇൻകാമായൻ സംസ്കാരത്തിനെതിരെ വസൂരി വിതച്ച്. ഒന്നാലോചിച്ച് നോക്ക്. ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ എളുപ്പമാർഗം. അല്ലാത്തവരെ കൊന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നെടുക്കുകയും വംശനാശം ചെയ്തു, വംശഹത്യ ചെയ്തു. അത് സ്പെയിൻകാരാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരും അതിനുശേഷം ഫ്രാൻസുകാരും യൂറോപ്യന്മാരും മൊത്തത്തിൽ അത് തന്നെ പിന്തുടർന്നു. ഈ
അധിനിവേശത്തിൻ്റെയും കൈയടക്കുന്നതിൻ്റെയും സംസ്കാരമാണ് യൂറോപ്പിൻ്റേത്. ആ സംസ്കാരം തന്നെയാണ് അമേരിക്കയും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് അവർക്കിനകത്തൊരു തെറ്റ് തോന്നുന്നില്ലല്ലോ. ഈ ഇറാനിയൻ സംസ്കാരത്തെ ഞാൻ എന്നേക്കുമായി നശിപ്പിക്കുമെന്ന് ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അതൊരു കടന്ന കൈയല്ലേ. യുദ്ധത്തിൽ ഇറാനെ തോൽപ്പിക്കുമെന്ന് പറയാം, അവിടെ ഒരു വേണമെങ്കിൽ ഒരു പാവ വേണമെങ്കിൽ സർക്കാർ സർക്കാരിനെയും വെക്കാം. പക്ഷേ അവരുടെ സംസ്കാരത്തെ ഞാൻ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുമെന്ന് പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഭയാനകമാണ്. ഈ അതുപോലെ വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങി, എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. എങ്ങനെയാണത് വലിയ കാര്യമാകുന്നത്? വാസ്കോ ഡി ഗാമ ഇവിടെ വരുന്നതിന് മുൻപ് ഈ രാജ്യമുണ്ടല്ലോ, ഇവിടുത്തെ ജനതയുണ്ടല്ലോ, അവരുടെ ജീവിതമുണ്ടല്ലോ, അവരുടെ സംസ്കാരമുണ്ടല്ലോ, അവരുടെ പാരമ്പര്യമുണ്ടല്ലോ. അതിനകത്തേക്ക് ഒരു അധിനിവേശക്കാരൻ ഒരുത്തൻ വന്നു എന്നുള്ളതല്ലേ. അതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണ് ഇദ്ദേഹത്തിനുള്ളത്, വാസ്കോ ഡി ഗാമയ്ക്കുള്ളത്? ഇതുപോലെ ഇങ്കാ മായൻ ജനത സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ഒരു രാജ്യത്തിലേക്ക് കടന്നു ചെന്ന് അത് കണ്ടെത്തി എന്നാണ് പറയണത്. അവിടെ കടന്നു ചെന്ന് അധിനിവേശങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരുത്തൻ എന്ന നിലക്കല്ലേ ഈ കൊളംബസിനെ കാണേണ്ടത്. ഇപ്പോൾ പറയുന്ന കൊളംബസിന് മുമ്പ് അമേരിക്കോ വെസ്പൂച്ചി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കോ വെസ്പൂച്ചി ചെയ്ത കാരണമാണ് ഇത് അമേരിക്ക ആയതെന്നാണ്. വെറുതെ അവിടെ ചെന്നിറങ്ങിയവൻ ഒരു രാജ്യം മുഴുവൻ അവൻ്റെ പേരിലാക്കി അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തികേടാണ്. അവിടെ ജനതയില്ലേ, ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ ഒരു കോളനി മൈൻഡ് സെറ്റിൻ്റെ സംഭാവനകളായിട്ടാണ് ഇവരെല്ലാം വരുന്നത്. അത് നമ്മുടെ രാജ്യത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യം ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമുക്കതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ അമേരിക്കൻ കോടതി, ഈയിടെ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യത്തിലും അമേരിക്ക അല്ല മാതൃകയെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, ഒരു കാര്യത്തിലും അമേരിക്ക മാതൃകയല്ല. അത് നമ്മൾ മറക്കാതിരുന്നാലും നല്ലത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.